ഹലോ ഹായ് റിമ. ഹലോ കേൾക്കുന്നുണ്ടോ? കേക്കുന്നുണ്ട്. ഓക്കെ. സജന ജെപ്സണിലേക്ക് മാറിയില്ലേ ബോയിങ്ങിന്ന്? ഞാനായിട്ട് മാറിയതല്ല, അവരായിട്ട് അതാ ഡിവിഷൻ മാറ്റിയതാണ്. ഓ, അപ്പൊ ഇത് ബോയിങ്ങിന്റെ അണ്ടറിൽ തന്നെ വരുന്നത്? സബ്സിഡിയറി ആണ്. അതിന്റെ മാപ്പിങ്ങും നാവിഗേഷനും അല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനത് സെപ്പറേറ്റ് ഓർഗനൈസേഷൻ ആയിട്ട് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വേറെ ആണെന്ന് വിചാരിച്ചു. ഇല്ല. അപ്പൊ നമ്മള് സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ബോയിങ് തന്നെയാണോ പറയാ? അതോ അതെ, ബോയിങ് എന്നല്ല പറയാ, ജെപ്പസൺ എന്ന് പറയും. ജെപ്പസന്റെ കീഴിലേക്കാണ് നമ്മുടെ പേരോളെല്ലാം. ഓക്കെ ഓക്കെ. ജെപ്പസൺ അല്ലേ? ജെപ്പസൺ ഒരു എന്താ പറയാ, ഏവിയേഷനിൽ എല്ലാവർക്കും അറിയാം, അല്ലാത്തവർക്ക് അറിയാൻ ഇത്തിരി ഇതുകൂടെ. കേട്ടില്ല അങ്ങനെ. എവിടെയാണ് സെയിം തന്നെ, ബോയിങ്ങിന്റെ അതേ ഇത് തന്നെ. പൈലറ്റ്സ് എല്ലാം ഉപയോഗിക്കുന്ന ജെപ്പസൺ ചാർട്ടാണ്. നാവിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് മാപ്പ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഓഫീസൊക്കെ ബാംഗ്ലൂരിനാ? ബാംഗ്ലൂർ തന്നെ. ലാസ്റ്റ് സെഷനിൽ പാർട്ടിസിപ്പൻസ് കുറവായിരുന്നല്ലേ? അതെ. അപ്പൊ ഇന്ന് ഞാൻ ആരെങ്കിലും ഉണ്ടോന്ന് നോക്കട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ, പാർട്ടിസിപ്പൻസ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്യും. നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ വെറുതെ എടുത്ത് ഓൾറെഡി പറഞ്ഞു. കാരണം ലാസ്റ്റ് സെഷനിൽ ഞാൻ കാരണം ഇത് അല്ലാതെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ELK ആകുമ്പോൾ ആ ഒരു സെറ്റപ്പ് പ്രിപ്പയർ ചെയ്യണമല്ലോ. ഡോക്കർ ELK അതിന്റെ സെറ്റപ്പ് അതെല്ലാം ചെയ്യണം. അപ്പൊ ഞാൻ വെറുതെ എടുത്ത് പറഞ്ഞു നോക്കട്ടെ, ആളുകൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക്ഷോപ്പായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെക്കും. ആളുകൾ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ എന്തിനാ നമ്മുടെ ടൈമും അവരുടെ ടൈമും കളയുന്നത്. അതെ ശരിയാണ്. പിന്നെ ഉള്ള ഒരു കാര്യം വെച്ചാൽ നമ്മള് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ലൈക്ക് നമ്മുടെ നോർമൽ മല്ലൂസ് ലൈക്ക് അങ്ങനത്തെ ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഞാൻ PPT അയച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ കയ്യിലേക്ക് അയച്ചിട്ടുണ്ട്. PPT അതിനകത്തെല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. PPTയിൽ ഫുള്ള് അത് ഞാൻ വെറുതെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എവിടെയാ? ബാംഗ്ലൂരാണോ? അല്ലല്ല, ഇനിയിപ്പോ ഞങ്ങൾക്ക് പുതിയ ഓഫീസിലേക്ക് മാറുകയാണ്. അപ്പം ഞങ്ങൾക്ക് 1.5 മാസത്തേക്ക് വർക്ക് ഫ്രം ഹോം ആണ്. എങ്ങനെയുണ്ട് വർക്കൊക്കെ? കുഴപ്പമില്ല. ഞാനിപ്പം കോയമ്പത്തൂരാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് സ്റ്റാജിനിലായിരുന്നു എബിനുള്ള. പിന്നെ അവിടെ നിന്ന് തന്നെ ക്ലയന്റിലേക്ക് പറഞ്ഞയച്ചതാ കോയമ്പത്തൂർ, ഒരു ഐവർ ഇന്നോവേഷൻസ് പറഞ്ഞിട്ട്. അത് ശരി. അപ്പൊ വരൂ, ഞാൻ പാലക്കാടുണ്ട്. അപ്പൊ എന്നെ ഇവര് അക്വയർ ചെയ്തു ഫെബില്. അങ്ങനെ. എങ്ങനെയുണ്ട് അവര്? ഇവര് AI വെച്ചിട്ടാണ് മെയിൻ കളികൾ മുഴുവൻ. അപ്പൊ ഞാൻ കുറച്ച് AI കൂടെ ഒരുമിച്ചുള്ള നമ്മളെ ഡെവോപ്സും കാര്യങ്ങളൊക്കെ പഠിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ചാടിയതാ. അത് ശരി. എങ്ങനെയുണ്ട് കോയമ്പത്തൂർ? എങ്ങനെയുണ്ട്? കോയമ്പത്തൂര് ആദ്യം ഒട്ടും ഇഷ്ടായില്ല. എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ആൾക്കാരും ആകപ്പാടെ സമാധാനം ഓഫീസിൽ ഫുഡ് ഉണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും. അതുകൊണ്ട് പിന്നെ പുറത്തുനിന്ന് അങ്ങനെ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്തുനിന്ന് കഴിച്ചാൽ എനിക്ക് വയറിനൊപ്പം പണി കിട്ടും. കോയമ്പത്തൂര് എപ്പോഴും ഞാൻ ഹസ്ബൻഡ് അടുത്ത് പറയും നമുക്ക് കോയമ്പത്തൂരിന്ന് പോകാം. പക്ഷെ എപ്പോ പോയാലും അവിടെ ഭയങ്കര റഷും ചൂടും ഹോട്ടും ഹ്യൂമിഡിറ്റിയും എല്ലാം ആയിട്ട് ഞങ്ങൾ അപ്പൊ തന്നെ തിരിച്ചു പോരും. ക്ലൈമറ്റ് കുറച്ച് ടാസ്ക് ആണ്. ഇപ്പൊ വലിയ കുഴപ്പമില്ല, കാരണം മഴയും ചെറിയൊരു മഴ. പിന്നെ ഓഫീസിൽ ഇരിക്കുമ്പോ അങ്ങനെ അറിയില്ല. പിന്നെ ഞാൻ എല്ലാ വീക്കിലും വീട്ടിൽ പോകും. എന്റെ വീട് തൃശ്ശൂരാ. അപ്പൊ എളുപ്പമാണല്ലോ. അപ്പൊ പിന്നെ പാലക്കാടേക്ക് വരാൻ എളുപ്പമാണ്. വരൂ, ഞാനിവിടെ ഉണ്ട്. അടുത്ത മാസം ഓഗസ്റ്റ് 15 ചിറ്റൂര്. ചിറ്റൂര്. ഓക്കെ. അവിടെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, തത്തമംഗലത്ത്. ചിറ്റൂർ തത്തമംഗലം. ഹസ്ബൻഡ് ഇപ്പം ചിറ്റൂർ തത്തമംഗലം വാട്ടർ അതോറിറ്റിയിലാണ്. അപ്പം എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പൊ ഇവിടെ നിന്നാകുമ്പോൾ എളുപ്പമാണല്ലോ ബാംഗ്ലൂർ പോവാനാണെങ്കിലും. അതെ ശരിയാ. ഇവിടുന്ന് നല്ല സുഖമാണ്, 6 മണിക്കൂറോളൂ. പാലക്കാട് 8 hours. അതെ, പിന്നെ ട്രെയിൻ ടിക്കറ്റ്സ് ഒക്കെ കിട്ടും ഈസി ആയിട്ട്. ബസ് ആണെങ്കിലും പെട്ടെന്ന് അങ്ങ് എത്തും. ഉറങ്ങുന്ന ടൈം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സ്ലീപ്പിംഗ് ടൈം കവർ ചെയ്ത് പോയിക്കോളും. പക്ഷെ മറ്റേതാണെന്നുണ്ടെങ്കിൽ പാടാണ്. കൊച്ചിയാണെന്നുണ്ടെങ്കിലും കൊല്ലം ആണെന്നുണ്ടെങ്കിലും. ശരിയാ. എങ്ങനെയുണ്ട് ജോബ് മാർക്കറ്റ് ഒക്കെ അവിടെ?
ഞങ്ങൾ ഇപ്പോഴത്തെ ഓഫീസിൽ ആക്ച്വലി ഡെവോപ്സ് ആദ്യം ഒരു ഭയങ്കരമായിട്ട് ലൈക്ക് ടീമിനെ വലുതാക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോ ടീമിനെ കട്ട് ഷോട്ട് ആക്കാൻ പോവാണ്. അപ്പൊ എംഎല്ലിന് അത്യാവശ്യം നല്ല ജോബ് റോൾസും എല്ലായിടത്തും ഹയറിങ്ങും ഹയർ ലെവലിലോട്ട് ഹയറിംഗ് ഉണ്ട്. പക്ഷെ നമ്മളെ എൻട്രി ലെവൽ അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റും കുഴപ്പമില്ല, എൻട്രി ലെവല് ഭയങ്കര കഷ്ടം. അതെ, ഞങ്ങളുടെ അവിടെയും ആണ് റാഗ് ഏജന്റും അതും ഇതും എല്ലാമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നോളജ് ബേസും എങ്ങനെ നോളജ് ബേസ് ഉണ്ടാക്കാം, എങ്ങനെ റാഗ് ഏജന്റിനെ ഉണ്ടാക്കാം. അതാണ് അവിടെ സജിന വർക്ക് മെയിൻലി എങ്ങനെയാ, ഡെവോപ്സ് സൈഡ് ആണോ? അല്ലല്ല, FSD ആണ്, ഫുൾ സ്റ്റാക്ക് ആണ്. ഫുൾ സ്റ്റാക്ക് ആണല്ലേ. അത് പ്രൊഡക്റ്റ് ബേസ്ഡ് അല്ലേ, അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഒരു പ്രൊഡക്റ്റ് ആണ്, ആ പ്രൊഡക്റ്റിന്റെ എല്ലാം നമ്മൾ നോക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ എങ്ങനെ ഡെവോപ്സ് ടീമൊക്കെ? അങ്ങനെ ഡെവോപ്സ് ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്യണത്, മനസ്സിലായില്ലേ? അതായത് FSD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി അവിടെ പ്രൊഡക്റ്റ് കമ്പനികളിൽ സർവീസ് അല്ലല്ലോ, ഒരു പ്രൊഡക്റ്റ് തരും, ആ പ്രൊഡക്റ്റിന്റെ എല്ലാം പ്രൊഡക്റ്റ് നമ്മുടെ കുഞ്ഞാണ്. നമ്മൾ അവന് എന്തെല്ലാം ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അവക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ തന്നെ കൊടുക്കണം. ഡെവോപ്സ് സപ്പോർട്ട് ആണെങ്കിൽ ഡെവോപ്സ്, പൈത്തൺ സപ്പോർട്ട് ആണെങ്കിൽ പൈത്തൺ, റിയാക്ട് സപ്പോർട്ട് ആണെങ്കിൽ റിയാക്ട്, ആംഗുലർ സപ്പോർട്ട് ആണെങ്കിൽ ആംഗുലർ. എല്ലാം നിങ്ങൾ തന്നെ ആയിരിക്കും. ഫീച്ചർ നമ്മൾ തന്നെ ചെയ്യണം, നമ്മൾ തന്നെ PO വർക്ക് ചെയ്യണം, പ്രൊഡക്റ്റ് ഓർഡർ വർക്ക് ചെയ്യണം, നമ്മൾ തന്നെ ജീര എഴുതണം, നമ്മൾ തന്നെ ടെസ്റ്റ് ചെയ്യണം. അതുകൊണ്ടല്ലേ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയിൽ സാലറി കൂടുതല്. അതെ, ശരിയാണ് ശരിയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഫുഡ് ഉണ്ട്, കുഴപ്പമില്ല, വർക്ക് ഫ്രം ഹോം ഒക്കെ കിട്ടുന്നുണ്ട്, സാലറി കുഴപ്പമില്ല, അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. പോകുന്നിടത്തോളം വരെ പോട്ടെ, അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും നോക്കാം അല്ലേ? അതെ, നോക്കാം. എന്തായാലും സീനിയർ റോളിലെത്തിയ അത്ര എന്താ നമ്മള് സീനിയർ, ഞാനിപ്പോ ഒരു 1-2 പേരൊക്കെ സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, സീനിയർ റോളാണ് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ ലെവലിൽ നിന്നാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ എൻട്രി ലെവലിൽ നിൽക്കുന്നതിനായിരിക്കും ജോബ് മാർക്കറ്റിൽ ഇപ്പൊ സ്ട്രഗിൾ ചെയ്യുന്ന. അങ്ങനെ പറയാൻ പറ്റില്ല മോളെ. ആർക്കിടെക്ചർ ആവുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ക്രാക്ക് ചെയ്യണം, ഒരുപാട് പ്രിപ്പയർ ചെയ്യണം. ഞങ്ങൾക്കൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാനും പോലും പറ്റത്തില്ല. അതുണ്ട് അപ്പൊ ഭയങ്കര ഡിമാൻഡിങ് ആയി നമ്മള് അപ്സ്കില്ലിങ്. അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ട് വേണം എപ്പോഴും എന്ത് ചോദ്യം ചോദിച്ചാലും ആൻസർ പറയണം. ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാ ഏരിയയും ടച്ച് ചെയ്യണം. അപ്പൊ നമുക്ക് ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ മതി. എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം പ്രിപ്പയർ ചെയ്യണമെന്ന് അറിയില്ലോ, കടലോളം കിടക്കുവാണ്. പിന്നെ ഈ പറയുന്നത് പോലെ സീനിയർ ആണ്, കുഴപ്പമില്ല. ഇപ്പൊ ഹസ്ബൻഡ് 2-3 മാസം വെറുതെ, ഇനി അഥവാ ഫൈനലി ജോബിൽ പോയാലും ഞാൻ വെറുതെ വീട്ടിൽ ഇരുന്ന് പണിയൊക്കെ നല്ലോണം പഠിച്ച്, പിന്നെ കോണ്ടാക്ട്സ് ഉണ്ടല്ലോ, നെറ്റ്വർക്കിംഗ് വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അതെ അതെ അതെ. റിമോട്ട് ജോബ് ഇഷ്ടല്ല അല്ലേ? പൊതുവേ ഞാൻ കണ്ടിരിക്കാൻ ട്രെൻഡ്, കുറെ പേര് പുറത്ത് റിമോട്ട് ജോബ് ഒക്കെ എടുത്തിട്ട്. റിമോട്ട് ജോബ് ഇപ്പൊ തൽക്കാലം ഇല്ല, എനിക്ക് ഓഫീസിൽ പോകണം എന്നാണ് ഇഷ്ടം. പിന്നെ ഹൈബ്രിഡ് ആണ് എനിക്ക് ഇഷ്ടം, ഇടയ്ക്ക് ഓഫീസിൽ പോകണം. വന്നല്ലോ, അബിദ് വന്നു. ഹായ് അബിദ്. ഹലോ, ഹായ്. നമുക്ക് നോക്കാം എത്ര പേരുണ്ടാവൂന്ന്. ഒരു 8-10 വരെ നോക്കാം അല്ലേ? ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 2 ആൾക്കും PPT തന്നിട്ട് നിങ്ങളുടെയും ടൈം ഞാൻ വേസ്റ്റ് ആവില്ല. PPT നോക്കിക്കോ, ഈസി ആട്ടോ, വളരെ ഈസിയാ. അത് ഓക്കെ അല്ലേ? പിന്നെ ടൈം കളയണ്ടല്ലോ. ആബിദിനോ? ഓക്കെ, താങ്ക് യു. ആബിദ് എവിടെ വർക്ക് ചെയ്യണേ? ബാംഗ്ലൂരാണ്, MEDS. ഞങ്ങളുടെ കോമ്പറ്റീറ്റർ ആണല്ലോ. എവിടെയാണ്? IBS ആണോ? അല്ല, IBS അല്ല, ഞാൻ ബോയിങ്ങിന്റെ സബ്സിഡറി ജെപ്പസൺ കേട്ടിട്ടുണ്ടോ? നൗ ബ്ലൂ ഡിസ്പാച്ച്, ഫ്ലൈറ്റ് പ്ലാനിങ്. കേട്ടിട്ടുണ്ട്. ജിതിൻ വന്നു. ഒരു 5 പേര് 6 പേരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്തണ്ട, തുടങ്ങാം അല്ലേ? 8-10 വരെ വെയിറ്റ് ചെയ്യാം. എങ്ങനെയുണ്ട് അബിദ്? റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല, റെക്കോർഡിംഗ് അല്ല, അത് കുഴപ്പമില്ല, നമ്മള് കട്ട് ചെയ്യുന്നേ.
ഇല്ല, നല്ല നല്ല കമ്പനി, നല്ല കൾച്ചറാണ്. എന്ന് ആ, വെച്ചാൽ യൂറോപ്യൻ കൾച്ചറാണ്. അപ്പോൾ ഉം. കുറച്ചുകൂടി നല്ല കമ്പനിയാണ്. അത്ര പ്രഷറൊന്നുമില്ല. ആഹാ. ഏതായിരുന്നു? ഞാൻ കേട്ടില്ല, മിസ്സായി പോയി. അമിഡസ്. ഓക്കെ. മെഡിസ്. ജിത്തിന് എവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നത്? ജിതിൻ നമ്മൾ കുറെ സെഷൻസിൽ കയറാറുണ്ട്. എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട് അമീഡസിൽ. ഒന്ന് വിജയ് രഘുനാഥൻ, അറിയോ? ഇല്ല, വിജയ് നോക്കണം. ബാംഗ്ലൂർ ആണോ? അതെ അതെ. ഇല്ല, എനിക്ക് പേഴ്സണലി പരിചയമില്ല. പിന്നെ ശ്രീവിദ്യ അറിയോന്നറിയില്ല. ശ്രീവിദ്യ കുറച്ച് മാനേജർ, കുറച്ചുകൂടി ഹയർ അതെ പോസ്റ്റ് തന്നെ. അല്ലേ? അതെ മാനേജ്. ഞാൻ കേട്ടിട്ടുണ്ട്. 2-3 അവര് സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ശ്രീവിദ്യ അറിയില്ല, പേഴ്സണലി അറിയില്ല. പക്ഷെങ്കിൽ കാണാം. എമിറേറ്റ്സിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ സീനിയർ ആയിരുന്നു. പുള്ളിക്കാരി ഇച്ചിരി പ്രായമുണ്ട്. സീനിയർ അതെ. ആണ്. നാല് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോ നമ്മൾ എത്ര പേര്? 5 പേരില്ലേ? 1 2 3 4 ഒരാളോട് ജോയിൻ ചെയ്യട്ടെ. 5 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കണക്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ റിമ ഓക്കെയാണ്, ഇത് ഓക്കെയാണ്, ജിതിൻ ഓക്കെയാണോ? 5 പേരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ക്രൈറ്റീരിയ വെച്ചിരിക്കുന്ന 5 പേരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി റീസൺ ചെയ്ത് സെഷൻ എടുക്കും. അല്ലെങ്കിൽ ഞാൻ PPT തരാം. ഈസി ടു ഫോളോ PPT ആണ്. വളരെ സിമ്പിൾ PPT ആണ്. ഓക്കെയാണോ ജിതിൻ? കുട്ടി മിണ്ടുന്നില്ല. ജിതിന്റെ മൈക്ക് മ്യൂട്ടാണ്. ഹലോ. ആൽവിൻ വന്നു. ഹായ് ആൽവിൻ. മൂന്ന് മിനിറ്റ് കൂടി. അപ്പൊ ഇനിയിപ്പോ അതിൽ തിരിച്ചു പോക്കില്ല ഉണ്ണി. ഇനി നമ്മൾ പ്രസന്റേഷൻ എടുക്കുന്നു. വിജയ് അറിയാം കേട്ടോ. വിജയ് PM അല്ലേ? പ്രൊഡക്റ്റ് സൈഡിലല്ലേ? അറിയാം. വിജയിന്റെ NDC-യിലാണ് വർക്ക് ചെയ്യുന്നത്. അറിയാം. വിജയുടെ ശ്രീവിദ്യയുടെ അടുത്തും അഥവാ കാണുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ. കാണാം. വിജയനെ കാണാൻ ചാൻസ് ഉണ്ട്. ശ്രീവിദ്യ കുറച്ചുകൂടി ഹയർ ലെവലിലാണെന്ന് തോന്നുന്നു. വിജയനെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ആരും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 5 പേരായി. എന്നെ കൂട്ടിയാണ് 5 പേര് നമുക്ക് എടുക്കാം. മാഡം എമിറേറ്റ്സിലാണോ വർക്ക് ചെയ്യുന്നത്? ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ച് ബോയിങ്ങിൽ ജോയിൻ ചെയ്തു. പിന്നെ ദുബൈയിലായിരുന്നു. ദുബൈയിലായിരുന്നു. മാഡം ഒന്നും വിളിക്കണ്ട, എന്നെ സജ്ന എന്ന് വിളിച്ചാൽ മതി. എമിറേറ്റ്സിൽ എങ്ങനെയാണ് ചാൻസ്? ഇവിടുന്ന് റിക്രൂട്ട് ചെയ്യോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് നോക്കണോ? അവിടെ പോയിട്ട് ഇപ്പൊ അവർ ഇന്ത്യൻസിനെ റിക്രൂട്ട് ചെയ്യുന്നില്ല. ഇന്ത്യൻസിന്റെ പെർസെന്റേജ് കൂടുതലാന്ന് പറഞ്ഞിട്ടേ അവരെടുക്കുന്നില്ല. അന്ന് പിന്നെ ഞാൻ ജോയിൻ ചെയ്ത് 2012 അത് ഈ പറഞ്ഞതുപോലെ 2.5 വർഷത്തെ എക്സ്പീരിയൻസും കൊണ്ട് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പിന്നെ ആ ഒരു ഭാഗ്യത്തിന് അന്നൊരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടക്കുന്നുണ്ടായിരുന്നു. അതെ. അതെ. ഞാനൊരു 25-ാമത്തെ വയസ്സിൽ വളരെ യങ് ഏജിൽ അവിടെ ചെന്നുവിട്ട് അങ്ങനെ അവിടെ നിന്നൊരു റിക്രൂട്ട്മെന്റ് ഡ്രൈവിൽ കയറി പറ്റി അവിടെ എത്തിയതാണ്. ഓക്കെ, ഒരു മിനിറ്റ് കൂടി.
ഇതിനകത്ത് എല്ലാരും കഴിഞ്ഞ പ്രാവശ്യത്തെ സെഷൻ അറ്റൻഡ് ചെയ്താണോ? റിമ അറ്റൻഡ് ചെയ്തില്ലല്ലോ. ഇല്ല. ആ, ശരി, പിന്നെ ആര്? ആബിദും ആൽവിനും അറ്റൻഡ് ചെയ്തോ? ഏത് സെഷൻ ആയിരുന്നു? ആ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിന്റെ ഇത് ശരിക്കും ഹാൻഡ്സ് ഓൺ സെഷൻ ആണ്. ഈ എൽകെയുടെ തിയറി സെഷൻ ഉണ്ടായിരുന്നു. ഇല്ല ഞാൻ മുമ്പ് വേറെ സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലുള്ള ഇത് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇത് അറ്റൻഡ് ചെയ്തിട്ടില്ല. അത് ശരി. ഓക്കെ ഓക്കെ. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ മുഖം ഒന്ന് കാണിക്കട്ടെ. ഹായ്, ഇതാണ് ഞാൻ. ഹലോ, എൻ്റെ പേര് സജ്ന. ഞാൻ കുറച്ച് നാളായി ഡെവോപ്സിൽ സെഷൻസ് ഒക്കെ ഇങ്ങനെ എടുക്കുന്നു. റിമയെ എനിക്കറിയാം. ഇപ്പം അബിദിനെ പരിചയപ്പെട്ടു, ജിതിനെ പരിചയപ്പെട്ടു. ജിതിൻ മിണ്ടുന്നില്ല. ഹായ് റിംജി. ഹായ് ഡോൺ. ഹലോ. അപ്പോൾ ഞാൻ കുറച്ച് സീനിയറാണ്. അത്യാവശ്യം പ്രായമുണ്ട്, നല്ല പ്രായമുണ്ട്. അത്യാവശ്യം പ്രായമല്ല, നല്ല പ്രായമുണ്ട്. പിന്നെ ഞാനിപ്പോൾ ജെപ്പസൻ, അതൊരു ബോയിങ്ങിൻ്റെ സബ്സിഡിയറിയാണ്. ഏവിയേഷനാണ് എൻ്റെ ഡൊമൈൻ. അപ്പോൾ അവിടെ FSD ലെവൽ 4 ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. സോ അപ്പാർട്ട് ഫ്രോം ദാറ്റ് ഡെവോപ്സ് മലയാളത്തിന്റെ സ്ഥിരം സ്പീക്കറാണ്. കുറെ സെഷൻസ് നമുക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ സെഷനിൽ ഉണ്ടായിരുന്ന എത്ര പേരുണ്ടായിരുന്നു? ആരെയും കാണുന്നില്ല. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഹാൻഡ്സ് ഓൺ സെഷനാണ്, പ്യുവർ ഹാൻഡ്സ് ഓൺ ആണ്. അപ്പം അതിനു മുമ്പ് പ്രീ റിക്വയർമെന്റ് ചോദിക്കട്ടെ, എല്ലാവരുടെയും കയ്യിൽ ഡോക്കർ ഉണ്ടോ? ഡോക്കർ ഉണ്ടാവണമല്ലോ. എല്ലാവരുടെയും കയ്യിൽ ഡോക്കർ ഡെസ്ക്ടോപ്പ് ഉണ്ടല്ലോ അല്ലേ? ഇല്ലാത്തവരൊന്ന് കൈവക്കിക്കേ. എല്ലാവരെയും ഉണ്ടെന്ന് തോന്നുന്നു. ആരും അതെ. ഓക്കെ, അപ്പം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയണേ. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ബോറടിപ്പിക്കാതെ എടുക്കാൻ നോക്കാം. ഓക്കെ. അപ്പം ഇത് ഞാൻ മാക്OSൻ്റെയാണ് എടുത്തിരിക്കുന്നത്, കാരണം എൻ്റെ കയ്യിൽ ഇപ്പം മാക്OSൻ്റെ ആണ്. പക്ഷേ ഡോക്കർ ഡെസ്ക്ടോപ്പിൽ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കായാലും ഇത് ചെയ്യാൻ പറ്റും. അപ്പം ELK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ സെഷനിൽ എടുത്തിരുന്നു. എന്തൊക്കെയാണ് ELK? ഇലാസ്റ്റിക് സെർച്ച് ഉണ്ട്, ലോക്ക് സ്റ്റാഷ് ഉണ്ട്, കിബാനയുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഒരു ഡോക്കർ കമ്പോസ് വഴി, കാരണം കഴിഞ്ഞ സെഷനിൽ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, കുട്ടികൾ ചോദിച്ചിരുന്നു, ജോയിൻ ചെയ്തിരുന്ന ആൾക്കാർ അവർ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇതൊരു സാധാ ഒരു ഡോക്കർ കമ്പോസിൽ ഒരു സിമ്പിൾ പ്രോജക്റ്റ് റൺ ചെയ്ത് കാണിക്കാമോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ആ കഴിഞ്ഞ സെഷൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ചെയ്തത്. കഴിഞ്ഞ സെഷൻ്റെ റെക്കോർഡിങ് കിട്ടുമല്ലോ അല്ലേ റിമ? അപ്പം അതിലേക്കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു തിയറിയും കൺസെപ്റ്റും ഒക്കെ അറിയാം. അപ്പം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. എല്ലാവർക്കും കിബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഫാന പോലെ ഒരു ഗ്രാഫിക്കൽ ടൂളാണ്. ഇലാസ്റ്റിക് സെർച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇൻഡെക്സിങ് ചെയ്ത് അതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. ലോക്ക് സ്റ്റാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഏജൻറ്റ്. അത് കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞിരുന്നു. അതൊരു 3 ഫേമസ് മലയാളം മൂവിയിലെ കഥാപാത്രങ്ങളെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഗഫൂർ ക ദോസ്തിനെ അറിയാത്ത ആരും ഇല്ലല്ലോ അല്ലേ? അറിയാത്തവരുണ്ടോ? ഇല്ല. ഗഫൂർ ക ദോസ്ത് ഒരു ഏജന്റ് ആണ്, സത്യമല്ലേ? ദാസിനെയും വിജയനെയും പറ്റിച്ചുകൊണ്ട് പോയ ഒരു ഏജന്റ്. അപ്പൊ അതേപോലെ ഒരു ഏജന്റിന്റെ പണിയാണ് ഇവിടെ ലോക്ക് സ്റ്റാഷ് ചെയ്യുന്നത്. എലാസ്റ്റിക് സെർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പ്രോപ്പറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതായത് അതിനെ ഡെസിഫർ ചെയ്യുന്നു. അതിനെ എങ്ങനെയാണ്, എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ട് അതിനെ ഡീകോഡ് ചെയ്യുന്നു. അപ്പൊ അതിന് ഞാൻ ഉദാഹരണമായിട്ട് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും പടക്കളം മൂവി കണ്ടിരുന്നോ? പടക്കളം മൂവി, പടക്കളം മൂവിയിൽ ആരാ അതിനകത്ത് ആ നോട്ട്ബുക്കിനകത്തുള്ള എല്ലാം എന്തായിരുന്നു, അങ്ങനെ അല്ലടാ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നോട്ട്ബുക്കിനകത്ത് എല്ലാ ഇൻഡെക്സിങ്ങും ചെയ്ത് ഓരോ കളറൊക്കെ ആയിട്ട് ഒട്ടിച്ചൊരു നോട്ട്ബുക്ക് ഉള്ളതറിയോ? അപ്പോൾ അതേപോലെ ചെയ്യുന്ന പണിയാണ് ഇലാസ്റ്റിക് സെർച്ചിന്. അതായത് സെർച്ച് ചെയ്യാൻ എളുപ്പത്തിന് എല്ലാം ഫോൾഡറിനകത്താക്കി അതിനോരോ ഇൻഡെക്സിംഗ് ഒക്കെ കൊടുത്ത് പല കളറൊക്കെ കൊടുത്ത് ആ നിയർ ബൈ സെർച്ച് ക്രൈറ്റീരിയ ഉണ്ടാക്കി വെക്കുന്നു. പിന്നെ കിബാന എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഭാവങ്ങളും നർമ്മങ്ങളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും, നമുക്ക് കാണിച്ചു തരും. ആ ആളെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞതാണ്. പാച്ചാളം ഫാസിനെ അറിയോ? പാച്ചാളം ഫാസിനെ അറിയാത്ത ആരെങ്കിലും ഏതെങ്കിലും മലയാളികളുണ്ടോ? ആരാ പച്ചാളം ഫാസി? മറ്റേ
ഉദയനാണ് തരത്തിലെ. അതെ. അപ്പം ഒരു ആപ്ലിക്കേഷനിനകത്ത് എന്തൊക്കെ ഭാവങ്ങളുണ്ടോ അതിന്റെ അപ്സൈഡ്സ്, ഡൗൺ സൈഡ്, അതിന്റെ മെമ്മറി കുറവാണോ, അതിന്റെ എല്ലാം വിഷ്വലൈസ് ചെയ്യാൻ നമ്മളെ കാണിച്ചു തരുന്നത് കിബാനയാണ്. അപ്പം ഇതിന്റെ ഒരു സെഷൻ കാണും. അപ്പൊ അതിന്റെ ആ ഒരു റെക്കോർഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഡോക്കർ കമ്പോസ് വെച്ചിട്ട് ചെയ്യാമെന്ന് പറയുന്ന സെഷനാണ് ഇതായിട്ടുള്ളത്. അപ്പൊ ഡോക്കർ കമ്പോസിൽ ചെയ്യുമ്പോൾ ഒരൊറ്റ കാര്യം നമുക്ക് ഡോക്കർ ഡെസ്ക്ടോപ്പിനകത്ത് ചെയ്യാൻ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് വേറൊന്നുമല്ല, ഇതിന്റെ സെറ്റിങ്സിൽ ഇവിടെ റിസോഴ്സസിൽ പോകുമ്പം നമുക്ക് മിനിമം 4 GB എങ്കിലും വേണം. ഇതിനകത്ത് 8 GB ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലാസ്റ്റിക് സെർച്ച് ഇത്തിരി ഹെവിയാണ്. അപ്പം നമുക്ക് ഔട്ട് ഓഫ് മെമ്മറി അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ ചെയ്യുവാണോ അതോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതിയോ? എങ്ങനെയാണ്? എൻ്റെ കൂടെ ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടോ അതോ ഞാൻ പറഞ്ഞു പോയാൽ മതിയോ? ഹലോ, എല്ലാരും ചാറ്റിലോ അതോ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം? അതെ, മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോ. അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ. ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ചെയ്തു പോകാം, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിക്കാം. എൻ്റെ കയ്യിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, ഞാൻ ഒന്നുകൂടെ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ചെയ്തു പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ചെയ്യാം. എങ്ങനെയാ വേണ്ടത്? ആരും ഒന്നും മിണ്ടുന്നില്ല. ഹലോ കുട്ടികളെ, ചെയ്തു പോവാം. ഓക്കെ, വെൽ ഡൺ. അപ്പൊ എല്ലാവർക്കും ഈ ക്രൈറ്റീരിയ ഒന്ന് നോക്കിക്കേ. ഡോക്കറിലെ എല്ലാവർക്കും മിനിമം 4 GB എങ്കിലും കാണും. എന്നാലും ഒന്ന് നോക്കിക്കേ. 4 GB ഉണ്ടോ ഡോക്കർ ഡെസ്ക്ടോപ്പിനകത്ത്? 4 GB. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് അതിന് മുമ്പ് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പം എല്ലാവരും ഒരു ഇതിനകത്ത് എല്ലാവരും ഏത് ലാപ്ടോപ്പാണ് ഉപയോഗിക്കുന്നത്? മാക് ആണോ, ഡെല്ലാണോ, അതോ വിൻഡോസ് ആണോ, മാക് ആണോ? ഹലോ, വിൻഡോസ് ആണ്. നോ പ്രോബ്ലം. ഒരു ഫോൾഡർ ഇതിപ്പോ എല്ലാവരും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഡോക്കർ ELK എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ഫോൾഡർ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഒരു ഡ്രൈവിനകത്ത് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഞാൻ ആ ഫോൾഡർ സ്ട്രക്ചർ കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഡോക്കർ ELK എന്നുള്ളതാണ് ഫോൾഡർ. ഇതിനകത്തേക്ക് ഞാൻ വരാം. ഇതിൻ്റെ ഉള്ളിൽ ലോഗ് സ്റ്റാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ലോഗ് സ്റ്റാഷ്, ഇത് ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, അതായത് ഡോക്കർ ELK, അതിൻ്റെ ഉള്ളിൽ ലോഗ് സ്റ്റാഷ്, അതിൻ്റെ ഉള്ളിൽ പൈപ്പ് ലൈൻ, ഇത്രയും ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഇതാണ് ഫോൾഡർ സ്ട്രക്ചർ. ഡോക്കർ ELK, അത് കഴിഞ്ഞിട്ട് ലോഗ് സ്റ്റാഷ്. അതായത് നമുക്കിപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത്, ഇപ്പം ഉദാഹരണമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ എന്ത് ചെയ്യുന്നതിന് മുമ്പും ഇപ്പം എന്തായിരുന്നു പറയുക, ഇപ്പോൾ ഒരു ഇപ്പം നിങ്ങൾക്ക് ഗോയിങ് അബ്രോഡ്, നിങ്ങൾ MS ജോയിൻ ചെയ്യാൻ പോവാണ് ഏതെങ്കിലും ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളൊരു ഏജന്റിനെയാണ് ആദ്യം പോയി കോൺടാക്ട് ചെയ്യുക, സത്യമല്ലേ? അല്ലെങ്കിൽ ഒരു ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലോൺ ഏജന്റ് ഉണ്ട്. അപ്പം അതിനുവേണ്ടി അതേ സിമിലർലി നമുക്കൊരു ഏജന്റിനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ലോഗ് സ്റ്റാഷിനെ ക്രിയേറ്റ് ചെയ്യും. ലോഗ് സ്റ്റാഷിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തായാലും ഡെവോപ്സ് ആണ്, അപ്പം നമുക്കൊരു പൈപ്പ് ലൈൻ വേണം. പൈപ്പ് ലൈൻ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അപ്പം ഇത് മൂന്നും ക്രിയേറ്റ് ചെയ്യുന്നതിന് ശേഷം ഇനി എനിക്ക് എന്ത് ചെയ്യണം? എനിക്കൊരു കോൺഫയൽ ഉണ്ടാക്കണം. കോൺഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇൻപുട്ട്, ഇൻഡെക്സ്, ഡീബഗ്, ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻപുട്ട് എവിടെ നിന്നാണ് വരുന്നത്? ഇൻപുട്ട് വരുന്നത് ഈ ലൈൻ ഞാൻ തരാം, ഒരു മിനിറ്റ്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് തരാം. വെയിറ്റ് മിനിറ്റ്. ഓക്കെ, അയ്യോ, ഇതിന്റെ ചാറ്റ് വിൻഡോ എവിടെയാ? ഇവിടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇവിടെ വായിച്ചു നോക്കി, ഇത് എന്തൊക്കെയാണ് ഇൻപുട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പോർട്ട് പറയണം. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത് JSON ലൈൻസ് ആണ്. ഔട്ട്പുട്ടിനകത്ത് എന്താണ് വേണ്ടത്? ഔട്ട്പുട്ട് ഇലാസ്റ്റിക് സെർച്ച് റൺ ചെയ്യുന്നത് 9200 ഇൻഡെക്സിന്റെ നെയിം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇൻഡെക്സ് ചെയ്ത് വെക്കണം. അതായത് ഒരു പേരിട്ട് വെക്കണം. ആ പേരാണ്
നമ്മൾ ഈ പറയുന്നത്, അതായത് മാക് ഡോക്കർ ലോഗ്സ്. ഇത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം റിമയുടെ പേരിടാം, അല്ലെങ്കിൽ എൻ്റെ സജന ഡോക്കർ ലോഗ്സ് എന്നുള്ള ഇടാം. ഇത് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത് ആ പ്രൊഡക്റ്റിനനുസരിച്ചിട്ടുള്ള. അപ്പം ഞാനൊരു ഇൻഡെക്സ് ചെയ്തു. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീബഗ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ ഉപയോഗിക്കുന്ന റൂബി ഡീബഗ് ആണ്. അതാണ് ഏതോ റൂബി ഡീബഗ് മിറേഴ്സ് ഈച്ച് ഈവന്റ് ടു ദ STD ഔട്ട്. ഈ റൂബി ഡീബഗ് വെച്ചിട്ട് നമുക്ക് STD ഔട്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, ഔട്ട്പുട്ട് തരാൻ വേണ്ടി. അപ്പൊ ഇത്രയും എനിക്ക് കോൺഫിഗർ ചെയ്യാനുള്ളൂ. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. ഇൻപുട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തു, ഇൻപുട്ട് JSON ആണ്. ഔട്ട്പുട്ട് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഔട്ട്പുട്ട് ഇലാസ്റ്റിക് സെർച്ചിലേക്കാണ് പോകേണ്ടത് വിത്ത് ആൻ ഇൻഡെക്സിങ്. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ഔട്ട്പുട്ടിനകത്ത് ഉണ്ടാകേണ്ടത് അത് റൂബി ഡീബഗിനെ വിളിച്ചാൽ മതി. റൂബി ഡീബഗ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മിറേഴ്സ് ഈച്ച് ഓഫ് ദി ഇവന്റ്. അതിനകത്ത് സംഭവിക്കുന്ന എന്ത് ഇവന്റിനെയും നമ്മൾ ഇതിനകത്തേക്ക് ഔട്ടായിട്ട് ചെയ്യും, STD ഔട്ട് ചെയ്യും. അപ്പൊ ഇത്രയാണ് കോൺഫിഗറേഷൻ. ഈ ഒരു സ്ലൈഡ് മനസ്സിലായോ? അതായത് ഇവിടെ തൊട്ടാണ് സംഭവങ്ങൾ തുടങ്ങുന്നത്. ഇത്രയും വരെ മനസ്സിലായോ? ഞാനൊരു പോസ് എടുക്കാം. മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ പറയണം. ആരും ഒന്നും പറയുന്നില്ല. ഓക്കെ, ഇത്രയും മനസ്സിലായി. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? അപ്പൊ നമുക്ക് ഇവിടെ എന്തായി? എനിക്ക് ലോഗ് സ്റ്റാഷ് ആയി. ഇനി എന്ത് വേണം? എനിക്കിനി ഇതിനെ ഡോക്കർ കമ്പോസ് ഇടണം. ഡോക്കർ കമ്പോസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനകത്താണ് ഇടാൻ പോകുന്നത്? ഈ ഡോക്കറിന്റെ ഉള്ളിൽ നമുക്ക് ഈ 3 സാധനങ്ങൾ വേണമല്ലോ. ലോഗ് സ്റ്റാഷ് വേണം, ഇലാസ്റ്റിക് സെർച്ച് വേണം, കിബാന വേണം. അപ്പൊ ഞാൻ ഇനി അടുത്തതായിട്ട് എഴുതാൻ പോകുന്ന ഏതാണ്? എനിക്ക് ഡോക്കർ കമ്പോസ് വേണം. അപ്പൊ ഞാൻ ഡോക്കർ കമ്പോസ് തുറക്കാം. അത് ഞാൻ ഇവിടെ അയച്ചു തരാം. ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ചെയ്യാം. അപ്പൊ എനിക്ക് ഇതിനകത്ത് മനസ്സിലാവും. അപ്പൊ എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് എനിക്ക് സർവീസസിനകത്ത് വേണ്ടത്? ഇലാസ്റ്റിക് സെർച്ച് ഉണ്ട്, ലോഗ് സ്റ്റാഷ് ഉണ്ട്, കിബാന ഉണ്ട്. അതാണ് നമ്മുടെ 3 സംഭവങ്ങൾ. പിന്നെ ഞാനൊരു വോളിയമും നെറ്റ്വർക്കും ഡിഫൈൻ ചെയ്തു. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എനിക്കൊരു നെറ്റ്വർക്കും വേണം, വോളിയമും വേണം. എന്തിനാണ് ഒരു ELK ബ്രിഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പ്രൈവറ്റ് ആയിട്ട് ചെയ്ത് ഒരു സർവീസ് നെയിമാണ്. ആ സർവീസ് നെയിമാണ് ഈ 3 കണ്ടെയ്നറിനെയും ഒരൊറ്റ ഇതായിട്ട് ചെയ്യാനുള്ള ഒരു സർവീസ് നെയിമാണ് ELK ബ്രിഡ്ജ്. പിന്നെ പെർസിസ്റ്റന്റ് വോളിയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പെർസിസ്റ്റന്റ് വോളിയത്തിന്റെ അത് ഇനി സ്റ്റോറേജിന് ഉപയോഗിക്കുന്നത്, അതിനെപ്പറ്റി ഇൻഡിപെൻഡന്റ് സെഷൻ എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അത് രണ്ടും കൂടി വേണം. അപ്പം ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എനിക്ക് വോളിയം വേണം, എനിക്ക് നെറ്റ്വർക്ക് വേണം, ബിക്കോസ് ഇത് 3ഉം ചെയ്യുന്നത്. ഇനി ഓരോരോ കണ്ടെയ്നർ സർവീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇലാസ്റ്റിക് സെർച്ചിന് നമുക്ക് ഡോക്കറിന്റെ ഈ ഇത് ഉപയോഗിച്ചാൽ മതി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ സെക്യൂരിറ്റി ഒന്നും വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. റൺ ചെയ്യുന്ന പോർട്ട് 9200 ആണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ലോഗ് സ്റ്റാഷിന്റെ ഇമേജ്, ഡോക്കറിൽ തന്നെയുള്ള ലോഗ് സ്റ്റാഷിന്റെ ഇമേജ്, അതിനെ നമ്മൾ വേറൊരു പോർട്ടിൽ വിളിച്ചു. ഇനി നെറ്റ്വർക്ക് ഡിപ്പെൻസ് ഓൺ ഇലാസ്റ്റിക് സെർച്ച്. കാരണം ഇതിനകത്ത് ഈ ഒരു ലോഗ് സ്റ്റാഷ്, അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, ഈ ലോഗ് സ്റ്റാഷിന്റെ ഡിപ്പെൻസ് ലോഗ് സ്റ്റാഷ് എപ്പോഴും ഇലാസ്റ്റിക് സെർച്ചിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം അതും ഇവിടെ നമ്മൾ കൊടുക്കണം. ഇനി ലാസ്റ്റ് കിബാനയ്ക്കും ഇതേപോലെ തന്നെ ഒരു ഇമേജ് ഉണ്ട്. ഈ പോർട്ട് ചെയ്യുന്നത് 5601 ആണ്. ഇത് ഡിപ്പെൻഡ് ഓൺ ഇലാസ്റ്റിക് സെർച്ച്. സോ ഇതൊരു ഇൻക്രിമെന്റൽ ആണ്. ഇതിനകത്ത് ഇലാസ്റ്റിക് സെർച്ച്, പിന്നെ വരുന്നത് കിബാന. അപ്പം എല്ലാം ആയി നമ്മുടെ കയ്യിൽ. ELK ഇലാസ്റ്റിക് സെർച്ച് ആയി, ലോഗ് സ്റ്റാഷ് ആയി, കിബാനയായി. ഓക്കെ, ഞാൻ ഇതുകൂടി അയച്ചു തരാം. ഓക്കെ, കിട്ടിയോ എല്ലാവർക്കും ഡോക്കർ കമ്പോസ്? ഓക്കെ, സോ സിമ്പിൾ. നമുക്ക് ഇപ്പൊ എന്തായി? നമ്മുടെ സംഭവങ്ങളെല്ലാമായി. ഇനി എന്ത് വേണം? ഇനി എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഞാനിവിടെ പോയി ഇതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയട്ടെ. നമ്മൾ എല്ലാം കൂടി എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുമല്ലേ. അപ്പം നമുക്ക് ഇതെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം.
ഇനി ഞാൻ എന്ത് ചെയ്യും? ടെർമിനലിൽ പോയി ഡോക്കർ ELKയിൽ പോയി ഇനി എനിക്ക് ഏതാ കമാൻഡ് പറ? ഡോക്കറിന്റെ ഡോക്കർ കമ്പോസ് അപ്പ് -d. എല്ലാം റൺ ആവുന്നുണ്ടോ? വെയിറ്റ് ചെയ്യാം, കുറച്ച് സമയം പിടിക്കും. എന്നാലും ആരൊക്കെ റണ്ണായി ഇപ്പം? ELK കറക്റ്റ് അല്ലേ? നമുക്കിനി അതിന്റെ എന്തായിരുന്നു ലോഗ് നോക്കാം. ഇലാസ്റ്റിക് സെർച്ച് റൺ ആവുന്നുണ്ട്, കറക്റ്റ് ആണ്. ഇലാസ്റ്റിക് സെർച്ചിന്റെ എല്ലാമായി. ഇനി ലോഗ് സ്റ്റാഷ് ലിസൺ ചെയ്യുകയാണ്. നമുക്കപ്പം ഇതിനകത്ത് പോയിട്ട് ഇമേജ് എല്ലാം വന്നോന്ന് നോക്കാം. യെസ്, ലെയേഴ്സ് എല്ലാം. ഇനി കിബാന. യെസ്, കിബാനയും വന്നു. സെക്യൂരിറ്റി ഒന്ന് ഇനേബിൾ ചെയ്യണ്ട. അപ്പോൾ എനിക്ക് ഇത് മൂന്നും റണ്ണായി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഹൗ ടു റൺ നമ്മൾ ബേസിക് ആയിട്ടേ ഉള്ളൂ. ഹൗ ടു റൺ ആൻ ELK സ്റ്റാക്ക്. ഇത് ലാസ്റ്റ് സെഷനിൽ എല്ലാവരും ചോദിച്ചതാണ്. എനിക്ക് താഴെ ഒരു ഡോക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിത് മൂന്നും ഒരു മൂന്ന് ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ ഒന്നും എടുക്കാതെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ വളരെ സിമ്പിൾ സ്റ്റെപ്സ് ആണ്, വളരെ ബേസിക് സ്റ്റെപ്സ് ആണ്. എനിക്ക് ELK സ്റ്റാക്ക് സിമ്പിളായിട്ട് ഇതിനകത്ത് റൺ ചെയ്തു. ഞാനിവിടെ ഒരു ഒന്ന് നിർത്തിയിട്ട് നമുക്ക് ഒന്നോടെ ഇവിടെ നമുക്ക് നോക്കാം. ഒന്നോടെ നമുക്ക് ഏതൊക്കെയാണ് വർക്ക്. യെസ്, ഇലാസ്റ്റിക് സെർച്ച് ഉണ്ട്, കിബാന ഉണ്ട്, ലോഗ് സ്റ്റാഷ് ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും ക്രിയേറ്റ് ആയി. സർവീസസ് മൂന്നും ക്രിയേറ്റ് ആയി. ELK സ്റ്റാൻഡിങ് ക്രിയേറ്റ് ആയി. ഞാൻ ഇനി ഇവിടെ ഒരു ഇത്തിരി നേരം നിർത്താം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, ലെറ്റ് മീ ഓപ്പൺ ഡോക്കർ ഓൾസോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ ഓക്കെയാണ്. ഓക്കെയാണ്. ഓക്കെ, ഇനി അടുത്തത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റിൽ പറയാം, അല്ലെങ്കിൽ അങ്ങോട്ട് ചോദിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കിപ്പോ എന്തൊക്കെയുണ്ട്? ഈ കണ്ടതിന്ന് 3 കണ്ടെയ്നേഴ്സ് ഉണ്ട്. എന്തൊക്കെയുണ്ട്? ലോഗ് സ്റ്റാഷ് ഉണ്ട്. ലോഗ് സ്റ്റാഷ് JSON TCP വെച്ചിട്ട് ഇലാസ്റ്റിക് സെർച്ച് വിളിക്കും. ഇലാസ്റ്റിക് സെർച്ച് HTTP ക്വരീസിന്റെ റെസ്പോൺസ് ആയിട്ട് കിബാന വഴി റിക്വസ്റ്റ് ചെയ്ത് കഴിയുമ്പം ഇലാസ്റ്റിക് സെർച്ച് ക്വറിയുടെ റെസ്പോൺസ് കൊടുക്കും. ഞാൻ ഈ ഒരു ഭാഗം എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നതെന്ന് ഇത് ചെയ്യാത്തത് നിങ്ങൾ ഫസ്റ്റ് സെഷൻ കാണൂ കേട്ടോ, ദയവായി കാണൂ. ഓക്കെ, അപ്പോൾ ലോഗ് സ്റ്റാഷ് ഒക്കെ ആയി, ഇലാസ്റ്റിക് സെർച്ച് ഒക്കെ ആയി, കിബാന ഒക്കെ ആയി. അതിലെ നമ്മുടെ ടെർമിനലിനകത്തുള്ളത്. അപ്പോൾ നമുക്കറിയാം കിബാന റൺ ചെയ്യുന്നത് എവിടെയാണ്? 9200. ഞാൻ 9200 പോയി നോക്കട്ടെ. യെസ്, അല്ല സോറി, എൻ്റെ ഇലാസ്റ്റിക് സെർച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ കിബാനയും അപ്പ് ആൻഡ് റണ്ണിങ് ആണ്. ഓക്കെ, ഇനി ഇത് ഞാൻ ഈ PPT തരാം. നിങ്ങൾക്ക് വേണമെന്ന് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് എൻ്റെ 3 സെറ്റപ്പ്, അതായത് നിങ്ങളുടെ ഡെവോപ്സ് സെറ്റപ്പേ ആയിട്ടുള്ളൂ. ഇനി ആക്ച്വൽ സിനാരിയോ വേണ്ടേ? ആക്ച്വൽ സിനാരിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഞാൻ പറയുന്നത് എൻ്റെ കയ്യിൽ ELK സ്റ്റാച്ച് ഉള്ളൂ. പക്ഷെ ഇതെങ്ങനെ ഞാൻ ഉപയോഗിക്കും? എങ്ങനെ എനിക്കൊരു ലോഗർ അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ പോയിട്ട് എനിക്കിപ്പം ഞാനൊരു പൈത്തൺ ഡെവലപ്പറാണ്. അപ്പം എൻ്റെ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ പൈത്തൺ ആണ്. അപ്പം ഞാൻ പറയുകയാണ് എൻ്റെ ഡെവോപ്സ് പേഴ്സൻ്റെ അടുത്ത്, എൻ്റെ കയ്യിലുള്ള ആപ്ലിക്കേഷൻ എന്തായിരുന്നു? പൈത്തൺ ആണ്. ആ പൈത്തണിനകത്തുനിന്ന് എനിക്ക് ലോഗ്സ് എടുത്ത് എനിക്ക് ഡാഷ്ബോർഡ് കാണണം. അവർക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല. എനിക്ക് ഡാഷ്ബോർഡിൽ എറേഴ്സ് കാണണം. അത് മാത്രമേ ഉള്ളൂ എൻ്റെ റിക്വയർമെൻറ്റ്. ഇങ്ങനെ ഒരു റിക്വയർമെൻറ്റ് നിങ്ങൾക്ക് അറിയാനും കിട്ടിയിട്ടുണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് ആക്റ്റീവായ എന്തായിരുന്നു സെഷനാണ് ഇഷ്ടം. ഞങ്ങൾ സ്പ്ലങ്ക് ആണ് യൂസ് ചെയ്യാറ്. അപ്പൊ എപ്പോഴും റിക്വയർമെന്റ് എന്താണ്? എനിക്ക് എന്റെ ഡീറ്റെയിൽസ് കാണണം. എങ്ങനെ കിട്ടണമെന്നൊന്നും അറിയത്തില്ല, പക്ഷെ എനിക്ക് എന്റെ ഡീറ്റെയിൽസ് കാണണം. അങ്ങനെയല്ലേ പറയാറുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാനപ്പോ ഒരു ലോഗർ, ഞാനിപ്പം ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു ഓക്കെ, ഞാനത് ഇവിടെ നിന്ന് കാണിച്ചു തരാം. നമ്മുടെ
ഇതാണ് എൻ്റെ ഓപ്പൺ വിത്ത്. ഇതെൻ്റെ ഒരു സിമ്പിൾ വളരെ ബേസിക് സംഭവമാണ്. ഒരു ലോഗർ ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ്റെ ലോഗർ ഫയൽ. ഞാനിപ്പം എൻ്റെ ഞാൻ ബോയിങ് ജെപ്പസിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആപ്ലിക്കേഷൻ ഇറ്റ്സ് ലൈക്ക് ഒരു കോക്പിറ്റിൽ ഉപയോഗിക്കുന്ന ഒരു ചാറ്റ് ആപ്ലിക്കേഷൻ ആയിരുന്നു. പൈലറ്റിന് താഴെ ഉള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് വേറെ ഒരു റിക്വയർമെൻറ്റ് എന്താണെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷനിലുള്ള എല്ലാ എറേഴ്സും എല്ലാ ഇൻഫോയും എല്ലാ ഡീബഗ് എല്ലാ വാർണിങ്ങും എനിക്ക് ഓരോന്നായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എനിക്ക് ഓരോരോ ഡാഷ്ബോർഡ് വേണം. എന്തൊക്കെയാണ് ഇൻഫോ, എന്തൊക്കെയാണ് വാർണിംഗ്, എന്തൊക്കെയാണ് എറേഴ്സ് എന്ന് പറഞ്ഞ് 3 ഡാഷ്ബോർഡ് വേണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു ഡാഷ്ബോർഡിൽ തന്നെ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു സെൻലോഗ്സ് പി വൈ എന്ന് പറഞ്ഞിട്ട് ഒരു ജസ്റ്റ് അപ്പം നമ്മൾ വലിയ ആപ്ലിക്കേഷൻ ആകുമ്പോൾ അതിനൊരു ലോഗർ സ്ട്രക്ചറും അതിൻ്റെ ഇതൊക്കെ കാണും. ഇതൊരു സിമ്പിളാണ്. അപ്പം ഈ സിമ്പിളിനകത്തുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിന് 3 ടൈപ്പ് ലോഗ് ഉണ്ട്. ലോഗ് ഇൻഫോ അത് നിങ്ങൾക്കറിയാം. ഡീബഗ് ഇല്ല, ഞാൻ ഇട്ടിട്ടില്ല. ഇൻഫോ, വോൺ, എറർ ലോഗ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ടാർഗറ്റ് ലോഗ് സ്റ്റാഷിന്റെ ടാർഗറ്റ് നമ്മളിവിടെ കോൺഫിഗർ ചെയ്യണം. ഇതിപ്പോൾ എൻ്റെ ലോക്കൽ ഹോസ്റ്റിലാണ് റൺ ചെയ്യുന്നത്, ഡോക്കറിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോൺഫിഗ് ഫയൽസിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരണം. അല്ലെങ്കിൽ ചിലപ്പം ഞങ്ങളൊക്കെ അത് സ്റ്റോർ ചെയ്തിരുന്നത് സീക്രട്ടായിട്ട് ചെയ്ത് വോൾട്ടിലൊക്കെ ആയിരുന്നു സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് വരണം. എന്നിട്ട് ഇനി അടുത്ത കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തുനിന്ന് ലോഗിനെ ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഇൻഡെക്സിങ് ഏതായിരുന്നു കൊടുത്തിരുന്നത്? ടൈം സ്റ്റാമ്പ് വെച്ചിട്ടാണ് ഇൻഡെക്സിങ് കൊടുത്തിരുന്നത്. ഇവിടെ ഇൻഡെക്സിങ് നമ്മൾ എവിടെയാണ് കൊടുത്തത്? ഓക്കെ, ക്വസ്റ്റ്യൻ ഇൻഡെക്സിങ് എവിടെയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്തത്? ഓർമ്മയുണ്ടോ നോക്കട്ടെ. logstash.com. അതെ, നമ്മൾ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എവിടെയാ? ഫസ്റ്റിൽ തന്നെ നമ്മൾ ലോഗ് സ്റ്റാഷ് കോൺഫിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻഡെക്സിൻ്റെ ഉള്ളിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ടൈം സ്റ്റാമ്പ് ഉണ്ടെന്ന്. കണ്ടോ? ഡെയിലി നെയിം, കീപ് ലോക്കൽ എക്സ്പ്ലനേഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇൻഡെക്സിങ് ഇവിടുത്തെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ടൈം സ്റ്റാമ്പ് നമ്മൾ ഓൺ ചെയ്യുന്നു, പിന്നെ പേലോഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇത് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? ഓക്കെ, അതിന് മുമ്പ് അത് പറഞ്ഞില്ലല്ലോ, ഞാൻ പ്ലേസ്മെന്റ് പറഞ്ഞില്ലല്ലോ. നമ്മളുടെ സെൻലോഗ്സും ഡോക്കർ ELKയുടെ ഇവിടെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ സെൻലോഗ്സ് നമ്മൾ ഇവിടെ കൊടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കിനി ഇതിനെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്ത ചാറ്റിൽ അയച്ചു തരുമോ? അത് അയച്ചു തരാമല്ലോ. ഞാൻ ഓക്കെ, പൈത്തൺ ഫയൽ എല്ലാവരുടെയും കയ്യിൽ പൈത്തൺ ഉണ്ടല്ലോ അല്ലേ? പൈത്തൺ 3 ഉപയോഗിക്കണേ. ഓക്കെ, കമാൻഡ് ഞാൻ അയച്ചു തരാം. ഇത്രേ ഉള്ളൂ. പൈത്തൺ senlogs.py. ചാറ്റിൽ എന്താ വർക്ക് ആവാത്തെ? ഈ ഒരു കമാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് റണ്ണാകും. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് റൺ ചെയ്യുന്നത്? ഇത് ഓരോരോ സമയം എന്തൊക്കെയാണോ ഉള്ള മെസ്സേജസ്, അതായത് യൂസർ ലോഗിൻ സക്സസ്ഫുൾ ആയി, ഡേറ്റാബേസ് കണക്ഷൻ ലോ, പേയ്മെന്റ് ടൈം ഔട്ട്, ഈ ഓരോരോ മെസ്സേജസുകൾ ഇതെടുത്ത് അയച്ചുകൊണ്ടിരിക്കുക. എല്ലാം നിങ്ങൾ ആപ്ലിക്കേഷൻ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. എല്ലാ ആപ്ലിക്കേഷനിലും ഒരു ലോഗിങ് മൊഡ്യൂൾ കാണില്ലേ? ലോഗിങ് മൊഡ്യൂൾ ഇല്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ? ആരും ഒന്നും ഇല്ല. യെസ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തായി? നമ്മുടെ ലോഗിൻ ആപ്ലിക്കേഷൻ വർക്കായി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പൈത്തൺ senlogs.py ഞാനിപ്പോൾ റൺ ചെയ്തു. അതായത് ഇപ്പൊ ആപ്ലിക്കേഷൻ റൺ ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ സിമ്പിൾ പൈത്തൺ ആക്കി എടുത്തത്. നോഡൊക്കെ ആയിരുന്നെങ്കിൽ അത് ഡിപ്ലോയ് ഒക്കെ ചെയ്യണം, അറിവില്ല. ലോക്കലി ഞാനിപ്പോൾ അത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് ഏതൊക്കെ ലോഗാണ് ഡോക്കറിന് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ പോയിട്ട് ആ കമാൻഡ് ഞാൻ തരാം.
ആദ്യം നമുക്ക് ഡോക്കറിൽ നോക്കാം. ലോഗ് സ്റ്റാഷിന് കൊടുക്കുന്നത് കണ്ടോ, ഇത്രയും കാരണം ഞാൻ പറഞ്ഞു അതിന്റെ ലോഗ് സ്റ്റാഷിന് നമ്മൾ ഇൻഡെക്സിങ് കൊടുത്തിട്ടുണ്ട്, ടൈം സ്റ്റാമ്പ് ഇൻഡെക്സിങ്. അപ്പൊ കണ്ടോ ഇതിന്റെ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, യൂസർ കൊടുത്തിട്ടുണ്ട്, വെർഷൻ കൊടുത്തിട്ടുണ്ട്, ലെവൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും മെസ്സേജാണ് നമ്മൾ ലോഗ് സ്റ്റാഷിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു കമാൻഡ് കൂടി അയച്ചു തരാം. വെയിറ്റ് എ മിനിറ്റ്. കണ്ടോ ഈ ഒരു കമാൻഡ് ആരെങ്കിലും എന്റെ കൂടെ ചെയ്തു വരുന്നുണ്ടോ അതോ ചുമ്മാ പറയുന്നതാണോ? ചെയ്യുന്നുണ്ടോ? ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കിട്ടിയോ? കിട്ടിയെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാവും. അതുകൊണ്ടാട്ടോ. കിട്ടിയോ ആർക്കെങ്കിലും? അതായത് എങ്ങനെയാണ് ഈ മെസ്സേജ് ലോഗ് സ്റ്റാഷിൽ എത്തിയിട്ടുള്ളത്? ലോഗ് സ്റ്റാഷിന്റെ ലോഗ്സിൽ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഉണ്ട്. നമ്മൾ അടുത്തത് ചെയ്തിട്ടില്ല. വെയിറ്റ്. ഓക്കെ. ഇനി എനിക്ക് ഒരാളുടെ ഹെൽപ്പ് വേണം. കാരണം ഞാൻ ഓൾറെഡി തന്നെ എൻ്റെ ഇത് കോൺഫിഗർ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരാളുടെ ഹെൽപ്പ് വേണം. ഞാൻ പറയാം. അപ്പം ഞാൻ ഇവിടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്തു? നമ്മൾ ആദ്യം ഈ 3 സംഭവങ്ങളെ ഡോക്കറിനകത്ത് ഉണ്ടാക്കിയെടുത്തു. ലോഗ് സ്റ്റാഷ് ഉണ്ടാക്കിയെടുത്തു, ഇലാസ്റ്റിക് സെർച്ച് ഉണ്ടാക്കിയെടുത്തു, കിബാന ഉണ്ടാക്കിയെടുത്തു. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തു എന്തെങ്ങനെയാണ് വരേണ്ടത്, എങ്ങനെ ഔട്ട്പുട്ട് വരണമെന്ന് പറഞ്ഞു കൊടുത്തു. ഡോക്കർ കമ്പോസ് അപ്പാക്കി. അപ്പം എനിക്ക് ഈ 3 സർവീസ് റൺ ചെയ്യുന്നതിന് ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഈ 3 കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്തു? ഇനി എനിക്ക് അപ്പം എൻ്റെ എൻവയോൺമെന്റ് ശരിയായി. അതായത് ഡെവോപ്സിലെ ഡെവലപ്മെന്റ് എന്തായിരുന്നു, ഓപ്പറേഷൻസ് റെഡിയായി. ഇനി അതിനകത്തേക്ക് ഡെവലപ്മെന്റിനെ കൊണ്ടുവരണം. ഡെവലപ്മെന്റിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ വലിയ കോംപ്ലക്സ് ആയിട്ടൊന്നും എടുത്തില്ല. ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ, അതായത് പൈത്തണിനകത്ത് അത് റൺ ചെയ്തു. ഈ പൈത്തണിനകത്ത് റൺ ചെയ്തത് ഞാൻ എന്നിട്ട് അതിനവർ പറഞ്ഞു കൊടുത്തു എനിക്ക് ലോക്കൽ ഹോസ്റ്റിലെ 5044. കാരണം എന്തുകൊണ്ടാണ് 5044ലേക്ക് ഇവിടെ ഹോസ്റ്റും പോർട്ടും കൊടുത്തത്? അത് പറ, വേഗം പറ. ഞാൻ എന്തുകൊണ്ട് 5043 കൊടുത്തില്ല? 5043 കൊടുത്താൽ എന്ത് പറ്റും? 5044 ലോഗ് സ്റ്റാഷിന്റെ പോർട്ടൽ. അതെ, എക്സാക്ട്ലി. സോ 5043 പറഞ്ഞു ഇപ്പൊ കിട്ടിയ ഈ ലോഗ് കിട്ടുവോ നിങ്ങൾക്ക് ലോഗ് സ്റ്റാഷില്? ഇല്ല. അപ്പം അത് അവിടെ നിന്ന് കൊടുക്കും. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു കണക്ഷൻ വരുന്നത്. ഇവിടം വരെ ക്ലിയർ ആയോ? ഹലോ. അപ്പൊ ഇനി ഇതിനകത്ത് എന്താണ്? ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഏജന്റിനെ ഉണ്ടാക്കി, ഏജന്റ് ലിസൺ ചെയ്യുന്നുണ്ട്. എനിക്ക് അത് ഓരോ, അതായത് ലെവൽ ഏതാണ്, മറ്റത് ഒരൊറ്റ ഡീറ്റെയിൽ ആയിട്ട് വരുന്നില്ലല്ലോ. അതായത് ഏതാണ് എറർ ഏതാണെന്നില്ല. ഇതിനകത്താകുമ്പോൾ കറക്റ്റ് ജെയ്സൺ ഫോർമാറ്റിൽ വരുന്നുണ്ട്. അതായത് പാഴ്സ് ചെയ്തു. അതായത് ഗഫൂർ കാ ദോസ്തായി, പടക്കളത്തിലെ പരിപാടിയായി. ഇനി എന്താണ് എനിക്ക് വേണ്ടത്? എനിക്കിനി ഒബ്സർവ് ചെയ്യണം. കറക്റ്റ് അല്ലേ? ഒബ്സർവ് ചെയ്യേണ്ട ആളാരാണ്? കിബാന റൺ ആവുന്നുണ്ടോ എല്ലാവരുടെയും ഇതിനകത്ത്? റൺ ആവുന്നുണ്ട്. ഓക്കെ. കിബാനയില് ഓക്കെ. ഇനി ആരെങ്കിലും ഒരാള് എന്തുവായിരുന്നു? കാരണം ഞാനിത് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കിതിനകത്ത് ഓൾറെഡി വരും. ഞാൻ ആരെങ്കിലും ഒരാളുടെ ഒന്ന് ഷെയർ ചെയ്യാവോ കിബാന റൺ ചെയ്യുന്നത്? ഞാൻ സ്റ്റോപ്പ് ഷെയർ ചെയ്യാം. അപ്പൊ അതിനകത്ത് എളുപ്പമാണ്. അതുകൊണ്ടാണ്. ആരെങ്കിലും ഒരാൾ ഷെയർ ചെയ്യോ? ഞാൻ സ്റ്റോപ്പ് ഷെയറിങ് ചെയ്തു. ആരും ഷെയർ ചെയ്യുന്നില്ലേ? എൻ്റെ കിബാന റണ്ണാവുന്നുണ്ട്. പക്ഷെ ലോഗ് സ്റ്റാഷില് ഒരു എറർ. എന്താണ് ലോഗ് സ്റ്റാഷിൽ എറർ? അത് റണ്ണായിട്ടപ്പോ തന്നെ സ്റ്റോപ്പ് ആവുന്നു കണ്ടെയ്നർ. അത് ഇടയ്ക്ക് വരാറുണ്ട്. ഒന്ന് കാണിച്ചേ. ആ കണ്ടെയ്നറിന്റെ ഉള്ളിലേക്ക് പോയേ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. അടിപൊളി. അപ്പൊ എന്തായാലും നമുക്ക് ട്രബിൾ ഷൂട്ടിനുള്ളതും റെഡി ആയല്ലോ.
വേറെ ആർക്കാരും ഒരാൾക്ക് ലോഗ് സ്റ്റാഷ് റെഡി ആയി എന്ന് പറഞ്ഞല്ലോ. വേറെ ആരായിരുന്നു? എനിക്കിവിടെ സെന്റ് ലോഗില് ഇത് ഡോക്കർ കമ്പോസ് കിട്ടിയോ? ഡോക്കർ കമ്പോസിന്റെ ആ ഒരു ഇത് എടുത്ത് ഡോക്കർ കമ്പോസ് ലോഗ് എഫ് അതിലാ കാണിച്ചത്. ഓക്കെ. ഇത് എനിക്കും വന്നിരുന്നു. ഒരു മിനിറ്റ്. ഈ ഗൂഗിളിൽ പോയി AL അടിച്ചു നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഫിക്സ് അവര് പറഞ്ഞു തരും മോളെ. അത് ഞാനൊരു സൈഡിൽ ചെയ്തു തരുന്നത്. അപ്പൊ അതിപ്പോ നോക്കിക്കോ. അപ്പഴത്തേക്കും ഈ മറ്റേ ആള് ഷെയർ ചെയ്തേ അത് ഇതെനിക്ക് കിട്ടിയായിരുന്നു. എനിക്ക് കിട്ടിയപ്പോ ഞാനിത് ഗൂഗിൾ AL ചെയ്ത് നോക്കിയപ്പോ കിട്ടിയായിരുന്നു. അതിപ്പോ ഫിക്സ് ആക്കിയിട്ട് തിരിച്ചു വാ, റെഡിയാവും. അപ്പൊ ആരൊക്കെ ഇത് ഡോക്കർ കമ്പോസ് ലോഗ് ഇത് പുള്ളിക്കാരനൊന്ന് ഷെയർ ചെയ്ത് ആരായിരുന്നു? പേര് പറയൂ പ്ലീസ്. ആൽവിൻ. ആൽവിൻ സ്ക്രീൻ ഷെയർ ചെയ്യാവോ? ഓക്കെ. 2 minutes എടുക്കുള്ളൂ, ഡോണ്ട് വറി. അവിടെ വരെ എത്തിയില്ലേ? കിട്ടി. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? മെനുവിൽ പോവുക. മെനുവിൽ പോവുക. സ്റ്റാക്ക് മാനേജ്മെന്റിൽ പോവുക. താഴേക്ക് വാ. സ്റ്റാക്ക് മാനേജ്മെന്റ് കണ്ടോ? യെസ്, സ്റ്റാക്ക് മാനേജ്മെന്റിൽ എത്തി. ഡേറ്റ വ്യൂ എടുക്കുക. ഡേറ്റ വ്യൂ യെസ്, ക്രിയേറ്റ് ഡേറ്റ വ്യൂ ക്ലിക്ക് ചെയ്യാം. കണ്ടോ? നമ്മൾ പേര് പറഞ്ഞിരുന്നത് ഈ ബാക്ക് ഡോക്കർ ലോഗ്സ് എന്ന് പറഞ്ഞ എവിടെയാ കൊടുത്തിരുന്നത്? നമ്മള് ലോഗ് സ്റ്റാഷ് കോൺഫിനകത്ത് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അപ്പം ഇനി ഇതിന് പേര് കൊടുക്ക്. ആൽവിനോ എന്ത് പറഞ്ഞ ആൽവിൻ CLK സ്റ്റാക്ക് എന്നോ എന്തെങ്കിലും പേര് കൊടുക്ക്. ഇനി ആ ഇൻഡെക്സ് പാറ്റേൺ ഇല്ലേ? ഇൻഡെക്സ് പാറ്റേൺ ഇത് കോപ്പി ചെയ്ത് ഇവിടെ ഇട്. ഇതാണ് നമ്മൾ മറ്റവിടെ കൊടുത്തിരുന്നത്, അത് തന്നെയല്ലേ ഇവിടെ ഉപയോഗിക്കുന്നത്. യെസ്. ഇനി സേവ് ഡേറ്റ വ്യൂ ടു കിബാന. ഓക്കെ. അതായത് ഇനി എന്ത് ചെയ്തു? ഇനി നമ്മൾ ഡേറ്റ വ്യൂ ഉണ്ടാക്കി. ഇത്രയും ഒന്നോടെ റിപ്പീറ്റ് ചെയ്യണോ ആർക്കെങ്കിലും? എങ്ങനെയായിരുന്നു? ഞാൻ ഒന്നോടെ പറഞ്ഞു തരാം. ആദ്യം എന്ത് ചെയ്യുക? മെനുവിൽ പോവുക. ഞാൻ എന്തായിരുന്നു സ്റ്റെപ്പ് 7 ആയിട്ട് ഇത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് PPT ഉണ്ട്. PPT ഞാൻ അയച്ചു തരാം ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ സെഷൻ. അപ്പം സ്റ്റോക്ക് മാനേജ്മെന്റ് ആണ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ എന്താ ആൽവിൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെനുവിൽ പോയിട്ട് മാനേജ്മെന്റ് എടുത്തു. മാനേജ്മെന്റിന്റെ ഉള്ളിൽ സ്റ്റാക്ക് മാനേജ്മെന്റ് ഉണ്ട്, അവിടെ പോയിട്ട് കിബാന സെക്ഷനിൽ പോകണം. കാരണം നമ്മുടെ കിബാനയാണല്ലോ. കിബാനയുടെ സെഷനിൽ പോയിട്ട് ഡേറ്റ വ്യൂ എടുത്തു. ഡേറ്റ വ്യൂ എടുത്തു കഴിഞ്ഞിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ഓൾറെഡി ഉള്ള ഇൻഡെക്സുകളെല്ലാം റൈറ്റ് സൈഡിൽ വന്ന് കിടക്കും. അങ്ങനെയാണ്. നമുക്കിപ്പോൾ ഒരു ഇൻഡെക്സേ ഉള്ളൂ, അതുകൊണ്ടാണ് അത് തന്നെ വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അത് എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് അതങ്ങോട്ട് ആഡ് ചെയ്തു. ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഷ്ബോർഡ് വ്യൂ വേണം. അപ്പം ഇനി എന്ത് ചെയ്യണം? എവിടെയോ ഒരു മിനിറ്റ്. ഇനി ഡാഷ്ബോർഡിൽ മെനുവിൽ തന്നെ ഡാഷ്ബോർഡ്സ് ഒന്നുമില്ല ഡാഷ്ബോർഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും മെനുവിൽ പോവുക, ഡിസ്കവറിൽ പോവുക. കണ്ടോ? ഇതിനി കണ്ടത് ഇതപ്പോ ഓരോ ഇതായിട്ട് എത്രയായി? ഇപ്പൊ എത്ര സമയത്തിൽ ആഡ് ചെയ്തത്? 2034 ആഡ് ചെയ്തു. അന്നേരമായിരിക്കും റൺ ചെയ്തത്. കണ്ടോ? ഓരോ ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത് കണ്ടോ? ഇനി ഇതിനെ സേവ് ചെയ്യുക. നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഡാഷ്ബോർഡ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഇതിനെ സേവ് ചെയ്ത് ഒരു ഡാഷ്ബോർഡായിട്ട് ആഡ് ചെയ്യുക. എന്തെങ്കിലും ഒരു സേവ് ചെയ്ത് ഇതിന് ഡാഷ്ബോർഡ് ആക്കി ഇടുക. ഇനി നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കുക, ലാസ്റ്റ് ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. ഡ്രോപ്പ് ഡൗണിനകത്ത് കണ്ടോ ലാസ്റ്റ് 15 minutes ഉള്ളത് നോക്കാം. ആ ഡ്രോപ്പ് ഡൗണിൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഡേറ്റ് വൈസ് ഉണ്ടാക്കും. ഇത് ജസ്റ്റ് ലൈക്ക് ഗ്രഫാന. എന്തൊക്കെയാണ് വരയ്ക്കുന്നത്?
സെർച്ച് റിസൾട്ട്സ് എല്ലാം ചെയ്യും. അതിനെ നമുക്ക് അലേർട്സ് ഉണ്ടാക്കാം. കണ്ടോ, അലേർട്സിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അലേർട്സിനെ ഉണ്ടാക്കാം. അല്ലെന്നുണ്ടെങ്കിൽ 1 by 1 ആയിട്ട് എത്ര പ്രാവശ്യം ഹിറ്റ് വന്നതെന്നുണ്ട്, എപ്പോഴൊക്കെയാണ് ഹിറ്റ് വന്നതെന്നുള്ളതുണ്ട്. അപ്പം ഇതാണ് പച്ചാളം ഫാസി. എല്ലാവിധ സ്വഭാവങ്ങളും കാണിക്കും. ഞാൻ കണ്ടുപിടിച്ച വേറൊരു ഭാവം കൂടി കാണിക്കും. ഇനി ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാം. ബ്രേക്ക് ഡൗൺ ബൈ. ആ ഫീൽഡിന്റെ ഡ്രോപ്പ് ഡൗണിൽ പോയിക്ക് ഓൺ യുവർ ഇതവിടെ കണ്ടോ, ബ്രേക്ക് ഡൗൺ ബൈ സെലക്ട് ഫീൽഡ്. ഇവിടെ മോനെ ഓൺ യുവർ റൈറ്റ്, വലതുവശത്ത് മുകളിൽ വലതുവശത്ത് താഴെ അവിടെ ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. കണ്ടോ, നമ്മൾ എടുക്കും ഓരോരോന്ന് വെച്ചിട്ട് സ്റ്റാറ്റസ് കോഡ് വെച്ചിട്ട് ചെയ്യാം. അതായത് 500 എറർ ആണ്. ഇപ്പൊ നോക്കിയ 5 സ്റ്റാറ്റസ് കോഡ് വെച്ചിട്ട് ഫിൽറ്റർ ചെയ്ത് ബ്രേക്ക് ഡൗൺ ബൈ സ്റ്റാറ്റസ് കോഡ് വെച്ചിട്ട്. അപ്പം ഇതെന്ത് ചെയ്യും, ഇത് ഓരോരോ 500 ആണോ ഏതൊക്കെയാ, 504 എത്ര എണ്ണം ഉണ്ട്, അത് എത്ര എണ്ണം ഉണ്ട്, അതനുസരിച്ചിട്ടുള്ള കൗണ്ട് വരും. കണ്ടോ, ഒരു ഫൗണ്ട് ഉള്ളൂ. അതുകൊണ്ടാണ് 1 എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. കറക്റ്റ് അല്ലേ? ഇനി അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇതുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അത് 504 ഉണ്ടായിരുന്നു. പിന്നെ എന്തുണ്ടായിരുന്നു, വെയിറ്റ്, ലെറ്റ് മീ ചെക്ക് മൈ കോഡ്. 320 നോക്കിക്കേ, 320. അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തതോ, കുഴപ്പമില്ല. ഇത്രയും ഇതനുസരിച്ചിട്ട് ഇത് ചെയ്താൽ മതി. റിമയുടെ പ്രോബ്ലം ശരിയായോ റിമ? എന്റെ അത് ഫിക്സ് ആയി. ഇനി ഇതൊന്ന് എടുത്തു നോക്കിക്കേ. ഇത്രേ ഉള്ളൂ സംഭവം. സെറ്റ് തീർന്നു. ഞാൻ എന്റെ PPT കൂടി തന്നു കഴിഞ്ഞാൽ തീർന്നു. നമുക്ക് എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. ഇതിനകത്ത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, കാരണം ഇതിനകത്ത് ഇനി എന്ത് ഡൗട്ട് ചോദിക്കാം. ഞങ്ങൾ ഫസ്റ്റ് സെഷൻ കാണാം. അപ്പൊ അതെ, ഓക്കെ. ഇതാണ് PPT. ഇത്രേ ഉള്ളൂ സംഭവം. എല്ലാവരും ഫസ്റ്റ് സെഷൻ കാണുക. സെക്കൻഡ് സെഷനിലെ ഇത് നോക്കിയെടുക്കുക, എങ്ങനെ എത്തിക്കാൻ നോക്കുക. ഇനി എല്ലാം നിങ്ങളുടെ ഭാവന പോലെ. എല്ലാരും ഇവിടെ ഒക്കെ എവിടെയെങ്കിലും ഒക്കെ എത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, ഫോളോ ചെയ്യാൻ പറ്റിയിരുന്നു. റിമയ്ക്ക് ഇനി മറ്റേ കിബാനയിൽ ആഡ് ചെയ്യണോ? റൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിമയുടെ സ്ക്രീനോട് ഷെയർ ചെയ്തിട്ട് കിബാനയിൽ ആഡ് ചെയ്യാം. ആൽവിന്റെ എന്തായാലും ഓക്കെ ആയി. ആഡ് ചെയ്യണോ? എനിക്ക് ഇപ്പൊ മറ്റേ പൈത്തണിലാണ് അറിവ് കാണിക്കുന്നത്. പൈത്തൺ 3 ഓക്കെ, മനസ്സിലായി. അപ്പൊ അത് ഫസ്റ്റ് നമ്മള് കിബാന എടുത്തിട്ട് ഏതായിരുന്നു നോക്കണ്ടേ? ഇപ്പം അത് ഞാൻ പറഞ്ഞുതരാം. കിബാന എടുത്തിട്ട് ചെയ്യേണ്ടത്, PPT ഞാനിപ്പോ അയച്ചിട്ടില്ലേ, PPTയില് സ്റ്റെപ്പ് 7 എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. ഞാൻ സെഷൻ നമ്പർ പറഞ്ഞുതരാം. സ്റ്റെപ്പ് 7 എന്ന് പറഞ്ഞ് സ്ലൈഡ് നമ്പർ 10. അതിനകത്തൊരു 4 സ്റ്റെപ്പ് ഉണ്ട്. ഈ 4 സ്റ്റെപ്പ് എടുത്തതിന് ശേഷം ഡിസ്കവറിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഈ സംഭവം വന്ന് കിടക്കും. അനാലിറ്റിക്സ്, ഡിസ്കവറി. ഫസ്റ്റ് സെഷൻ യൂട്യൂബിൽ അപ്ലോഡഡ് ആണോ എന്ന് ആരോ ചോദിക്കുന്നു. ഞാനൊന്ന് കൺഫേം ചെയ്തിട്ട് പറയാം. ഓക്കെ, ഗ്രൂപ്പിൽ പറയാം. പിന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ നമ്മള് സജനക്ക് ഫോർവേഡ് ചെയ്തിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്തായി. എല്ലാവരും ചെയ്യണം, ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളാണ്, അധികം സമയമൊന്നും എടുക്കില്ല. ഒരു 20 മിനിറ്റിനുള്ളിൽ എല്ലാ പരിപാടിയും തീരും. അതെ, നമ്മളിപ്പോ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് വിത്ത് എക്സ്പ്ലനേഷൻ ഏകദേശം റാപ്പ് ചെയ്യാനായി. അതെ, റാപ്പ് ചെയ്തു, ഞാൻ ചെയ്തു കഴിഞ്ഞു. റാപ്പ് ചെയ്തു. ഓക്കെ, അപ്പൊ ശരി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ദിസ് ഈസ് മൈ ഇമെയിൽ. നമ്പർ കൂടി വേണമെങ്കിൽ തന്നേക്കാം. നിങ്ങളാരും വിളിച്ച് ശല്യപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. 21086. ഓക്കെ, താങ്ക് യു ഓൾ. നന്ദി. താങ്ക് യു. സെഷൻ കൊള്ളാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനാരും മിണ്ടുന്നില്ല. ദൈവം. ശരി, ബൈ. താങ്ക് യു. ബൈ.